നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ശ്രുതിയൊക്കെ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. താൻ പെട്ടെന്നുള്ള കാര്യം മനസ്സിലായി. ദൈവമേ, ഇനി അവളെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ എന്തു പറയൂന്നൊക്കെ അറിയത്തില്ല. ഒടുവില് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ചന്ദ്രമതി പറഞ്ഞു, എനിക്കിപ്പോ നല്ല വേദന കുറവുണ്ട്, പോവണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ലമ്മേ, ഹോസ്പിറ്റലിൽ നമുക്ക് പോണം, പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദേ ശ്രുതി, അമ്മ ഇങ്ങനെയൊക്കെ പറയും, എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ വേദനയാന്ന് പറഞ്ഞോണ്ട് കിടന്ന് അലവറിയിട്ട് കരയാനായിട്ട് തുടങ്ങും. ശ്രുതി പറഞ്ഞു, അതെ. അങ്ങനെ ഒടുവിൽ അവര് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് വേദനയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇങ്ങോട്ട് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ ഡോക്ടർ പരിശോധനയ്ക്കായിട്ട് ഇങ്ങോട്ട് ചന്ദ്രമതിയെ കയറ്റുവാണ്. ചന്ദ്രമതിക്ക് വല്ലാത്തൊരു വെപ്രാളമായി. പിന്നീട് ചന്ദ്രമതിയെ പരിശോധിക്കുന്നുണ്ട് ഡോക്ടർ. എവിടെയാ വേദന എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, എനിക്കറിയില്ല, എൻ്റെ വയറ് മുഴുവൻ വേദനയാ, അങ്ങനെയൊക്കെ പറയണം. ഈ സമയം ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കട്ടെ, പരിശോധിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പുറത്തിറങ്ങിയിട്ട് ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണം നടത്തില്ല, വല്ലാത്തൊരു വെപ്രാളായിപ്പോയി. ഇനിയിപ്പോൾ ഇഞ്ചക്ഷനും മരുന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പണിയാവുമല്ലോ. ഒടുവിൽ ഡോക്ടർ ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, ഒരു കാര്യം ചെയ്യാം, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ദൈവമേ, സ്കാൻ ചെയ്യാനായിട്ടോ? അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഡോക്ടറെ, സ്കാൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, അല്ല നിങ്ങൾക്കല്ലേ വേദനയുണ്ടെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒടുവിൽ ചന്ദ്രമതിയെ സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോയി. ദൈവമേ, അമ്മയെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്, അമ്മയ്ക്ക് എന്തോ വലിയ പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നേ. ആ സമയം ശ്രുതി മനസ്സിൽ വിചാരിച്ചു, ആൻറ്റിക്ക് എന്തായാലും പണി തന്നെ കിട്ടിയിരിക്കുന്നത്, കള്ളത്തരം കാണിച്ച് വന്നിരിക്കുന്ന, ചിലപ്പോൾ ഡോക്ടർക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ചിലപ്പോൾ സ്കാൻ ചെയ്യുന്ന കാര്യം പറയുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ചന്ദ്രമതിയെ കൊണ്ട് സ്കാൻ ചെയ്തൊക്കെ വന്ന് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, ചിലപ്പോൾ വല്ല അസിഡിറ്റി കയറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും, അതിനുള്ള മെഡിസിൻ തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മെഡിസിനൊക്കെ കൊടുത്തു. പിന്നീട് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, വേണ്ട, ഇഞ്ചക്ഷൻ വേണ്ടാന്ന് പറഞ്ഞു. ശ്രുതി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറയും, ഇഞ്ചക്ഷൻ എടുത്തോ ഡോക്ടറെ എന്ന് പറഞ്ഞു. ഒടുവില് ചന്ദ്രമതിക്ക് ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, അനുസരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കുറച്ച് പൈസ പോയി. അങ്ങനെ തിരികെ വരുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു, ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ? ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്, ഇല്ലേ നമുക്ക് പോവാം, ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാമേന്ന് പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, നമ്മുടെ ട്രിപ്പ് മുടങ്ങിയല്ലോ ശ്രുതി എന്ന് പറഞ്ഞു. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, ഓഹോ, അപ്പം നിനക്ക് ട്രിപ്പാ മുഖ്യമല്ലേ, എൻ്റെ ജീവനേക്കാളും പ്രധാനം നിനക്ക് ട്രിപ്പാണോ? അല്ലാമ്മേ, അതല്ല, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, മനസ്സിലായടാ, എനിക്കൊരു വയ്യായിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം ആരും ഇല്ലെന്നുള്ള കാര്യം എനിക്കിപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തും വർഷം എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീകാന്ത് ചോദിച്ചു, അല്ല നിങ്ങളപ്പോൾ ട്രിപ്പ് പോകാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അതെങ്ങനെയാ? അമ്മയ്ക്ക് വയറുവേദനയാന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റിയില്ല. വയറുവേദനയോ? അതെ, അമ്മയ്ക്ക് വേദന ഭയങ്കര കൂടുതലാന്ന് പറഞ്ഞു, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ചന്ദ്രമതി മുറിയിലേക്ക് പോയപ്പോൾ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ചന്ദ്ര, ഇപ്പൊ കുറവുണ്ടോ? കുറവുണ്ട്. ശ്രുതി വന്നിട്ട് പറഞ്ഞു, എത്ര രൂപയാണെന്നറിയാം അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ. ശ്രുതിക്കാണ് സങ്കടവും ദേഷ്യം വരുന്നു. ശ്രുതി മുറിയിലേക്ക് പോയി ദേഷ്യപ്പെട്ടിട്ട് ഇരിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതി പറഞ്ഞു, വണ്ടിക്കാരന് 3000, ഇപ്പൊ ഹോസ്പിറ്റൽ ബില്ല് അത് തന്നെ കുറെ എമൗണ്ടായി, എല്ലാം കൂടെ കൂട്ടി നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഒരു വാഗമൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ആകെ പാടെ ഉണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ പോയി കിട്ടി, അതല്ലാതെ ഒരു പ്രയോജനം ഉണ്ടായില്ല. ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ, ഒരു അമ്മയ്ക്ക് വയ്യാത്തോണ്ട് മിണ്ടാതിരുന്നോണം അവിടെ. എൻ്റെ ശ്രുതി ഇങ്ങനെ പൊട്ടനായി പോവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. ശ്രുതിക്ക് എന്തേലും പറയാൻ പറ്റുമോ? ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാ. ചന്ദ്രമതിക്ക് സന്തോഷമായി. എന്താണല്ലേ ശരി, പോക്കും മുടങ്ങിയില്ലോ, അത് മതി. ഇനി അവള് ബലിയിടണം. അവളങ്ങനെ ബലിയിട്ടൊന്നും കാണുന്നില്ല. ബലിയിട്ടില്ലെങ്കിലോ പറയുന്ന ശ്രുതിയുടെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടത്തില്ല. അച്ഛൻ്റെ ആത്മാവ് ശാന്തി കിട്ടാതെ ഗതിയില്ലാതെ അലഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണികളൊക്കെ കിട്ടുന്ന തനിക്കും തൻ്റെ കുടുംബത്തിനുമായിരിക്കും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ. അങ്ങനെ ഇപ്പം അവള് പോയി ഉല്ലസിക്കേണ്ടാന്നൊരു ചിന്ത, പോക്കും മുടക്കിയതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. ഈ സമയം രേവതി എന്തു വന്നാലും രാത്രി തന്നെ ഇറങ്ങുന്ന ഒരേ ഒരു ചിന്തയിലായിരുന്നു. സച്ചി രേവതിയോട് പറഞ്ഞു, രേവതി പ്ലീസ്, ഇന്ന് ഈ രാത്രി നമുക്ക് പോകണോ? പോകാതിരിക്കാൻ പറ്റില്ല സച്ചേട്ടാ, അവന്മാരെ പ്രകോപിപ്പിച്ച് വിട്ടിരിക്കുക, ഇനി അവന്മാരടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? എന്താടും പോയാൽ മതിയാവുള്ളൂ. ഒടുവിൽ സച്ചിക്ക് രേവതിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടതായിട്ട് വന്നു. അങ്ങനെ രാത്രി തന്നെ അവര് റൂം വെക്കേറ്റ് ചെയ്ത് തിരികെ പോരുവാണ്.
പോരുന്ന സമയത്തൊന്നും രേവതി ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. രേവതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. സന്തോഷകര ട്രിപ്പ് പോയതാ. അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രമതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ കൊണ്ടല്ലേ പോകുന്നേ, നല്ലൊരു ട്രിപ്പൊന്നും ആയിരിക്കില്ല, അവൻ എവിടെ ചെന്നാലും വഴക്കുണ്ടാക്കുന്ന സ്വഭാവം അത് തന്നെ ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ അതിനൊരു മാറ്റം ഉണ്ടായില്ല. ചന്ദ്രമതി നാക്ക് ഏതായാലും വലിച്ചതുപോലെ തന്നെയായിരുന്നു. സച്ചി കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ രേവതിയോട് പറഞ്ഞു, രേവതി അത് പിന്നെ എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചൊന്നുമല്ല സച്ചേട്ടാ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് തമ്മിലുള്ള സംസാരം വേണ്ട. പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവരുടെ മുന്നിൽ ഇത് വിളമ്പാനും നിൽക്കേണ്ട. അല്ലെങ്കിൽ തന്നെ അവരെപ്പോഴും പറയുന്നൊരു കാര്യം, ഇനിയിപ്പോൾ അവർക്ക് ചിരിക്കാനായിട്ട് നമ്മളൊരു വക ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് കേട്ടല്ലോ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇന്ന് കാര്യം ചെയ്യാം, നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പോവാം. രേവതി പറഞ്ഞില്ല, ഇനി ഒരിടത്ത് സ്റ്റേ ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കമല്ല. ഇനി എന്താണ്, നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം, നേരം വെളുത്തേയും വീട്ടിലെത്തും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ഈ പറയുന്ന ഗുണ്ടകളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്മാരെന്ത് ചെയ്തു, പ്ലാൻ ചെയ്തിരിക്കണം, ഇന്ന് രാത്രിയിൽ അവനെ തീർക്കണം. വീണ്ടും അവൻ വന്ന് തല്ലി വെറുതെ ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ കത്തിയൊക്കെ രാഗി മിനിക്ക് കാത്തിരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വല്ലാണെന്ന് ചെല്ലാന്നും പറഞ്ഞിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുറിയുടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സച്ചിയും രേവതി ഇല്ല. അവരപ്പത്തേനും പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പോയെന്നുള്ള കാര്യം മനസ്സിലായി. എന്ത് ചെയ്യാൻ പറ്റും, ഒരു പക്ഷേ രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് പോയത് നന്നായി, അല്ലായിരുന്നെങ്കിലോ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും, വീണ്ടും അടിപിടി ആയാനും, ഒരു പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് വരെ സംഭവിച്ചാനും. അങ്ങനെയൊന്നും ഉണ്ടാവാതെ എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം നേരം എടുത്ത് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് സച്ചിൻ രേവതിയും കൂടെ തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് വരുന്നത്. രവീന്ദ്രൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേനും കാറൊന്നും മുറ്റത്ത് നിന്നു. രവീന്ദ്രൻ നോക്കി, നിങ്ങളെന്താടാ ഇത്ര രാവിലെ, അപ്പം നിങ്ങൾ നേരത്തെ പോന്നോന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, പോകുന്നു വെച്ചാൽ അല്ല, ഇതെന്താ മോളെ 2 ദിവസം കഴിഞ്ഞിട്ട് വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അച്ഛാ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ, പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നേന്ന് പറഞ്ഞു. എന്നാലും 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോന്നാൽ മതിയായിരുന്നു. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ്ടേ, പിന്നെ ഇവൾക്ക് പൂ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രേവതിയുടെ മുഖത്തൊരു തെളിച്ചം കണ്ടില്ല രവീന്ദ്രന്. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ചന്ദ്രമതി കണ്ടു. ഇത്ര പെട്ടെന്ന് ഇവർ വന്നോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ചന്ദ്രമതി വന്നിട്ട് സച്ചിയോട് ചോദിച്ചു, എന്താടാ പെട്ടെന്ന് പോന്നേ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോന്നതാണോ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വരാൻ വഴിയില്ലല്ലോ. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കിയല്ലോ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളോ. രേവതി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. ഇവളുടെ മുഖത്ത് എന്തോ ഒരു വാട്ടം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമായോ, ഇവൻ്റെ കൂടെയല്ലേ പോയിരിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ശ്രുതിക്ക് സന്തോഷമായി. പോയിട്ട് എന്താളും ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വന്നല്ലോ എന്നൊരു സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ പേടിക്കണ്ട, കാരണം രേവതി വീട്ടിലുണ്ട്, രേവതി ജോലിയൊക്കെ ചെയ്തോളും. ചന്ദ്രമതിക്ക് സമാധാനം സന്തോഷമായി. പക്ഷേ രവീന്ദ്രൻ സച്ചിയെ പിടികൂടുന്നുണ്ട്. എടാ സത്യം പറയടാ, എന്താ കാര്യം, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നല്ലോ. രേവതി മോളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, സത്യം പറ. അത് പിന്നെ അച്ഛാ, എടാ നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഒടുവിൽ സച്ചിക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു. അപ്പോഴേക്കും രവീന്ദ്രൻ ദേഷ്യപ്പെട്ടു. എടാ ഇതാ നിന്നോട് പറഞ്ഞ് എടുത്തുചാട്ടം പാടില്ലെന്ന്, എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറത്തില്ലേ, അതെങ്ങനെയാ, നല്ലൊരു ട്രിപ്പല്ലേടാ നീ കാരണം ഇല്ലാതാക്കിയത്. പാവ കൊച്ച് എത്ര പ്രതീക്ഷയോട് നിന്റെ കൂടെ വന്നാടാ. അത് പിന്നെ അച്ഛാ അവന്മാര്, നീ കൂടുതലൊന്നും പറയണ്ട, ഇതാ പറയണത്, നിനക്ക് ഒരു ഔചിത്യ ബോധമില്ലെന്നുള്ള കാര്യം. നമ്മൾ സഹിക്കേണ്ടടുത്ത് ക്ഷമിക്കേണ്ടടുത്ത് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. സച്ചിക്ക് ആ പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. സച്ചി പോയി രേവതിയോട് സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രേവതി പതിവ് പോലെ പൂ കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. പൂ കൊടുത്തതിന് ശേഷം ലക്ഷ്മിയമ്മയുടെ അടുത്ത് കടയിലേക്ക് ചെല്ലുവാണ്. അപ്പം ലക്ഷ്മിയമ്മ വെച്ച്, മോളെ ഇതെന്താ നിങ്ങൾ പെട്ടെന്ന് പോന്നോ, അപ്പം 2 ദിവസം കഴിഞ്ഞിട്ടോ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അമ്മേ, പൂ കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ, പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ, സച്ചേൻ്റെ ഓട്ടവും കാര്യങ്ങളൊക്കെ മുടങ്ങൂല, അതുകൊണ്ടാണ് ഞാനാ സച്ചേനോട് പറഞ്ഞേ പെട്ടെന്ന് തന്നെ പോരാന്ന്. ഇത് കേട്ടോണ്ട് വന്ന ദേവ് പറഞ്ഞു, സത്യമാണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ ദേവു നീ അങ്ങനെ പറഞ്ഞേ? അല്ല, സച്ചേട്ടനും ചേച്ചിയും കൂടെ അല്ലേ പോയത്, സച്ചേട്ടൻ്റെ സ്വഭാവം വെച്ച് പറയാൻ പറ്റില്ല. അത് കേട്ടപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു, ഒന്നും മിണ്ടാരിയുടെ അവിടെ, അവളൊരു വലിയ വർത്താനമായിട്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ദേവി വെച്ച്, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് പോയിട്ട്? അടിപൊളിയായിരുന്നു എന്ന് ചോദിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. ദേവ് പറഞ്ഞു, ഞാനും ഒരു ദിവസം പോകുമെന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യേ, കല്യാണം കഴിഞ്ഞിട്ട് നീ പോയാൽ മതി നിന്റെ ഭർത്താവിനോടൊപ്പം. രേവതി കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിനോടൊപ്പം അല്ലേ പോയത്, നീയും അങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ദേവ് പറഞ്ഞു, ഓ അത് ഞാൻ പോയിക്കോളാം, അതിനിപ്പോൾ അമ്മയുടെ അനുമതിയൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ലക്ഷ്മിയമ്മ രേവതിയെ നോക്കി. രേവതി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ മോളെ
നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു. എന്തേലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മേ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി തിരികെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെയാ. അതുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു.